السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറ യാസീൻ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ക്ലാസ്സിൽ 5 ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അടുത്ത 5 ആയത്തുകളാണ്. ആദ്യം നമ്മൾക്ക് 5 ആയത്തുകളൊന്ന് പാരായണം ചെയ്തു നോക്കാം. അതിനുശേഷം ഓരോ ആയത്തുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ഒന്നാമത്തെ ആയത്ത് لتنذر قوما ما أنذر آباؤهم فهم غافلون. ആദ്യം അക്ഷരങ്ങൾ പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ അക്ഷരം ല. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ സ്പർശിച്ചുകൊണ്ടാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. മുരട്ടിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി മുരട്ടിൽ നാവിൻ്റെ അറ്റം സ്പർശിക്കുകയും അതോടൊപ്പം നാവിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് പല്ലിൻ്റെ പള്ളിയിലേക്ക് ചേർന്ന് നിൽക്കും. ത. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ര നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. മുൻപല്ലിൻ്റെ അറ്റം എന്നൊക്കെ നമുക്ക് പറയാം. ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇതാണ് പല്ല്. പല്ലിൻ്റെ ഈ ഒരു ലാസ്റ്റ് സ്പോട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ര എന്നുച്ചരിക്കുന്ന സമയത്ത് സ്പർശിക്കുന്നത്. ഒറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഇനി ലിതുന്ദിറ ഖൗമൻ. ഖൗമൻ ഖ നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ് സ്പർശിക്കുന്നത്. അഥവാ ഖ എന്നുള്ള ഉച്ചാരണം കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിൽ നിന്നാണ് ഖ എന്നുള്ള ഉച്ചാരണം വരുന്നത്. വ ഖൗമൻ വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ച് ഉച്ചരിക്കണം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണ് മ ഉച്ചരിക്കുന്നത്. അടുത്തത് ആബാഉഹും. ഉൻദിറ. ഉൻദിറ അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ സ്പർശിച്ചുകൊണ്ട്. ത നമ്മൾ നേരത്തെ പറഞ്ഞു നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. റ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ആബാഉഹും അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ബ ബായും മായും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചിട്ടാണ് ഉച്ചരിക്കുന്നതെങ്കിൽ പ ഉച്ചരിക്കുന്ന സമയത്ത് താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്ക് കയറി നിൽക്കുകയും മുകളിലത്തെ ചുണ്ട് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും. ബ ബ
ബ ഒന്ന് ഉച്ചരിച്ചു നോക്കിയാൽ മനസ്സിലാകും. അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഹായും തൊണ്ടയുടെ താഴ്ഭാഗമാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചിട്ടാണ്. ഫഹും ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചിട്ടാണ് ഫ എന്നുള്ള ഉച്ചാരണം വരുന്നത്. ഹ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചിട്ടാണ്. ഗാഫിലൂൻ ഗ ഗ എന്നുള്ള ഉച്ചാരണം ഗ എന്നതിൽ നിന്ന് മാറി ങ എന്നുള്ള ഉച്ചാരണത്തിൽ നിന്നും മാറിയിട്ടുള്ള തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഉച്ചാരണമാണ് ഗ എന്ന് പറയുന്നത്. ഫഹും ഗാഫിലൂൻ. ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല ന രണ്ടും നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അല്പം സ്ഥാനം മാറിയിട്ടാണ് ലായും നായും വരുന്നത്. ഈ ആയത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തെജ്വീദിന്റെ നിയമമാണ്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദ വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷം ദ വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷം ദ വന്നാൽ അവിടെ നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫാ മറച്ചു മണിക്കുക എന്നാണ് പൊതുവെ പറയാറുള്ളത്. അഥവാ നൂനിനെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. തുൻദിറ എന്ന് പറയുന്നതിന് പകരം നൂനിനെ ഒന്ന് അവ്യക്തമാക്കിയിട്ട് തുൻദിറ. ഇതിന് ഇഖ്ഫാ എന്നാണ് പറയുന്നത്. അടുത്തത് ഖൗമൻ മ. തെൻവീന് ശേഷം സുക്കൂനുള്ള നൂനും തെൻവീനും ഒരേ നിയമം തന്നെയാണ്. സുക്കൂനുള്ള നൂന് തെൻവീൻ. തെൻവീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉച്ചാരണത്തിൽ നൂനായിട്ടാണ് വരുന്നത്. ഖൗമൻ മ. ഇവിടെ തെൻവീനിന് ശേഷം മാ വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷവും തെൻവീനിന് ശേഷവും മാ വന്നാൽ നൂനിനെയും തെൻവീനിനെയും ശേഷമുള്ള മ എന്നുള്ള മീം എന്നുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ തെൻവീനും നൂനും അങ്ങ് ഇല്ലാതായി തീരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് മായിലേക്ക് ചേർത്തോതും. ഔമമ്മ. അപ്പൊ അവിടെ തെൻവീനും നൂനും ഇല്ലാത്ത പോലെയായിരിക്കും നമ്മൾ ഉച്ചരിക്കുക. ഇദ്ഗാമുൻ ബിഗുന്ന. മണിച്ചുകൊണ്ട് നമ്മൾ ചേർത്തോതുന്നു. ഖൗമമ്മ ഖൗമമ്മ. അടുത്ത ഒരു നിയമമുള്ളത് ഖൗമമ്മ ഉന്ദിറ. ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരവും അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസും വന്നാൽ അവിടെ മദ് മുൻഫസിലാണ്. നിർബന്ധമായും നീട്ടി പാരായണം ചെയ്യേണ്ടതില്ല. പക്ഷേ ഏറ്റവും നല്ലത് ആ ഒരു മദ് അല്ലെങ്കിൽ ആ ഒരു ഉച്ചാരണം നീട്ടി പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഖൗമമ്മ ഉൻദിറ. ചില ഹറമിലെ ഇമാമുകളുടെയൊക്കെ ഖുർആൻ പാരായണം ശ്രദ്ധിക്കുമ്പോൾ ഖൗമമ്മ ഉൻദിറ എന്ന് കാണും. അതിൽ ആക്ഷേപമൊന്നുമില്ല. ഇവിടെ ഈ ഒരു നീട്ടൽ അല്ലെങ്കിൽ ഈ ഒരു ദൈർഘ്യം നീട്ടി ഓതൽ നിർബന്ധമില്ല എന്നുള്ള അഭിപ്രായം കൂടി ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ വരുന്നത്. ഖൗമമ്മ ഉൻദിറ. സുക്കൂനുള്ള നൂനിന് ശേഷം ദാ വന്നു. നേരത്തെ പറഞ്ഞ അതേ നിയമം ഇഖ്ഫാ. ഉൻദിറ എന്ന് പറയുന്നതിന് പകരം ഉൻദിറ എന്ന് പറയണം. ആബാഉഹും. ഇവിടെ നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. മദ്ദക്ഷരവും ഹംസും ഒരേ പദത്തിലാണ്. ആബാഉ. മദ്ദക്ഷരവും ഹംസും ഒരേ പദത്തിലാണ്. ഇവിടെ നിർബന്ധമായിട്ടും നീട്ടണം. ആബാഉഹും. ഇതിന് മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമ്, ബാ ഇതല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായി ഉച്ചരിക്കണം. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഫ എന്നുള്ള അക്ഷരമാണ് വന്നിരിക്കുന്നത്. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഫ വ ഈ രണ്ടക്ഷരങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ഈ ഫായും വായും ചുണ്ടിൽ നിന്ന് തന്നെയാണ് ഉച്ചാരണം വരുന്നത്. മാ എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ മീമും വരുന്നത് എവിടുന്ന് തന്നെയാണ്? ചുണ്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം ഫ വ എന്ന് രണ്ടക്ഷരങ്ങൾ വരുമ്പം ഒന്നുകൂടി ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ആബാഉഹും ഫഹും ഗാഫിലൂൻ. അല്ലാതെ ആബാഉഹും ഫ എന്ന് പറയുമ്പോൾ അവിടെ മീമ് പൂർത്തിയാകാത്ത ഒരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ആബാഉഹും ഫഹും ഗാഫിലൂൻ.
പിന്നെ എല്ലാ ആയത്തിലും ഉള്ളതുപോലെ തന്നെ എന്താണ് ഇവിടെ അവസാനത്തിൽ നിർത്തുന്ന സമയത്ത് സുക്കൂൻ വരുന്നത് കൊണ്ട് മദ് ആരിൽ വരും ഗാഫിലൂൻ. അല്ലാതെ നിങ്ങൾ ചേർത്ത് ഓതുകയാണെങ്കിൽ ഫഹും ഗാഫിലൂന എന്ന് പറഞ്ഞാൽ മതി. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. لقد حق القول على أكثرهم فهم لا يؤمنون. لقد حق القول على أكثرهم فهم لا يؤمنون. ലഖദ് ഹഖൽ ഖൗലു. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ദ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ഹഖൽ ഖൗലു അവിടെ വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. അല അക്സരിഹിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അ അക്സരിഹിം എന്നുള്ളിടത്തുള്ള അ ഹ ഈ രണ്ടക്ഷരങ്ങളും തൊണ്ടയുടെ താഴ്ഭാഗത്താണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. പക്ഷെ ക എന്നുള്ള ഉച്ചാരണത്തിന്റെ അല്പം കൂടി മുന്നിൽ ആണ് എന്ത് ചെയ്യുന്നത്, ക എന്നുള്ള ഉച്ചാരണം വരുന്നത്. ഓക്കെ, അടുത്തത് അല അക്സരിഹിം. സ എന്നുള്ള ഉച്ചാരണം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ് വരുന്നത്. സ എന്നുള്ളത് റായിൽ നിന്ന് സായെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് സ്പർശിച്ചാൽ മതി. അതേസമയം സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ ആ ഒരു മുകൾ ഭാഗം അല്ലെങ്കിൽ നാവിന്റെ അറ്റത്തിന്റെ ആ മുകൾ ഭാഗം പല്ലിന്റെ അറ്റത്തിൽ സ്പർശിക്കുകയും ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒന്ന് പ്രഷർ അല്ലെങ്കിൽ എന്താണ് അല്പം കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് ബലം കൊടുത്തിട്ടായിരിക്കും പറയുന്നത്. സ സ അക്സരിഹിം അക്സരിഹിം. ഒറ എന്നുള്ള ഉച്ചാരണം റി എന്ന് വരുന്ന സമയത്ത് ഒറ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അതിന് തഫ്ഹീം എന്നാണ് പറയുന്നത്. റ എന്നുള്ള ഉച്ചാരണം ശബ്ദം കനപ്പിച്ചാണ് ഉച്ചരിക്കുക. അതേസമയത്ത് ഇവിടെ അക്സരിഹിം റ എന്നുള്ളതിന് പകരം റി എന്നാണ്. റാഇന് കെസർ വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് നേർപ്പിച്ചുച്ചരിക്കണം. അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. അക്സരിഹിം ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെച്ചിട്ട്. ഫഹും ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗത്താണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല യുഅ്മിനൂൻ യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. യുഅ്മിനൂൻ അ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യുഅ്മിനൂൻ ഇവിടെയുള്ള വാവിന് പ്രത്യേകിച്ച് ഉച്ചാരണം ഒന്നുമില്ല. നമ്മളുടെ വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്നു. ദൈർഘ്യങ്ങളെല്ലാം വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന ഉച്ചാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ യുഅ്മിനൂൻ. ഈ ആയത്തിൽ അത്ര പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. അലാ അക്സരിഹിം ഒരു പദത്തിന്റെ അവസാനത്തിൽ മദക്ഷരം വന്നു, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ് വന്നു. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം മദ് മുൻഫസിലാണ്. നിർബന്ധപൂർവം നീട്ടൽ നിർബന്ധപൂർവം നമ്മൾ നീട്ടി പാരായണം ചെയ്യേണ്ടതില്ല. എന്നാലും നീട്ടി പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അക്സരിഹിം ഫഹും. അക്സരിഹിം സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ചുച്ചരിക്കണം. രണ്ടും ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ടാണ്. ലാ യുഅ്മിനൂൻ. മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അടുത്ത ആയത്ത് ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ആ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. ന നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ മോണയുമാണ്. ജഅൽന ജ നാവിന്റെ മദ്യം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്.
നാവിൻ്റെ മുൻഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന മദ്യമാണ് മേലെ അണ്ണാക്കിൽ സ്പർശിക്കുന്നത്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. നായും നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ചെറിയ സ്ഥാനത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. ഫി അഅനാഖിഹിം, ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഹ നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ ചുണ്ട് തുല്യമായി അടച്ചു വെച്ചിട്ടാണ്. അഗുലാലൻ, അ തൊണ്ടയുടെ താഴ്ഭാഗം. വ തൊണ്ടയുടെ മുകൾ ഭാഗം. നേരത്തെ പറഞ്ഞതാണ് ഗ ങ. ഈ ശബ്ദത്തിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഗ. പല ആളുകളും ഘ അതേപോലെ തന്നെ ഗ എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട്. അതൊക്കെ തെറ്റായ ഉച്ചാരണമാണ്. മറിച്ച് ള തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് തന്നെ ഉച്ചരിക്കണം. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. ഫഹിയ യ നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിലാണ്. ഇലൽ അദ്ഖാനി, അദ്ഖാനി ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്താണ്. ഹ നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ. ഫഹും മുഖ്മഹൂൻ, ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. ഹ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫഹും മുഖ്മഹൂൻ, ഹ നാവിൻ്റെ ആരംഭം മേലെ അണ്ണാക്കിൽ. ഹ തൊണ്ടയുടെ മധ്യഭാഗത്താണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഈ ആയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇന്ന, നൂന്, മീമ് ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ശബ്ദ് വന്നാൽ മണിച്ചുച്ചരിക്കണം. ഇന്ന, ഇമ്മ. ഇവിടെ നൂനായതുകൊണ്ട് മണിച്ചുച്ചരിക്കണം. ഇന്ന അല്ലാതെ ഇന്ന. ബാക്കിയുള്ള അക്ഷരങ്ങൾ പറയുന്നത് പോലെ ഇന്ന എന്ന് പറഞ്ഞാൽ മതിയാകില്ല. ഇന്ന മണിച്ചുച്ചരിക്കണം. ജഅൽന, ഇത് ജഅൽന എന്ന് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജ എന്നുള്ളത് അകാരമായിട്ട് തന്നെ ഉച്ചരിക്കണം. ഫീ അഅനാഖിഹിം, ഫീ, ഫീ അവിടെ ഒരു പദത്തിന്റെ അവസാനത്തിൽ മദ്ദക്ഷരം വരുന്നു. അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ഹംസ് വരുന്നു. മദ് മുൻഫസിലാണ്. അനിവാര്യമായിട്ട് നീട്ടി ഉച്ചരിക്കേണ്ടതില്ല. എന്നാലും നീട്ടി ഉച്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മദ് മുൻഫസിൽ എന്നാണ് പറയുന്നത്. ഫീ അഅനാഖിഹിം അഗ്ലാലൻ, അഗ്ലാലൻ ഫഹിയ. ഇവിടെ തെൻവീനിന് ശേഷം ഫ എന്നുള്ള അക്ഷരം വന്നു. ഇവിടെ 15ഓളം അക്ഷരങ്ങളുണ്ട്. സുക്കൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം ഈ അക്ഷരങ്ങളിൽ ഏത് വന്നാലും നൂനിനെ മറച്ച് മണിക്കണം, അല്ലെങ്കിൽ നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കണം. അഗ്ലാലൻ ഫഹിയ, അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ഇവിടെ ഫഹും മുഖ്മഹൂൻ, ഫഹും സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. ഇദ്ഗാം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് ചേർത്ത് ഓതണം. ഫഹും മുഖ്മഹൂൻ. അപ്പൊ അവിടെ ഒരു മീം ഉള്ളതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഫഹും മുഖ്മഹൂൻ. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. വജഅൽന, വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. ജ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. മിൻ ബൈനി ഐദീഹിം, ബ മേലെ രണ്ട് ചുണ്ടുകളാണ്. പക്ഷെ മീമിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് മീമ് തുല്യമായി അടച്ചു വെച്ചുകൊണ്ടാണെങ്കിൽ ബ നമ്മൾ ഉച്ചരിക്കുന്നത്
മേലെ ചുണ്ട് അല്പം പുറത്തേക്ക് തള്ളിയിട്ടും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടുമാണ്. ഐദീഹിം, ആഹ രണ്ടും തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് വരുന്നത്. പിന്നീട് സ, സ എന്നുള്ള അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ പൊതുവെ പറയാറുള്ളത് നാവിൻ്റെ കൂർത്താറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ എന്നാണ്. പക്ഷേ സ യഥാർത്ഥത്തിൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ കൂർത്ത അറ്റത്തിന് മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. സദ്ദൻ, ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. വമിൻ ഖൽഫിഹിം, വ ചുണ്ട് വൃത്താകൃതിയിലാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഖ ഖ എന്നുള്ള ഉച്ചാരണവും തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് വരുന്നത്. അത് ഒരിക്കലും ക പോലെയുള്ള അക്ഷരങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഹ എന്നുള്ളത് കൃത്യമായി തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരണം. വമിൻ ഖൽഫിഹിം, ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ. ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. പിന്നെ സദ്ദൻ എന്നുള്ള അക്ഷരം സ നമ്മൾ പറഞ്ഞു എന്താണ്, നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ട് നിൽക്കുകയും നാവിൻ്റെ അറ്റം ചെറുതായിട്ട് താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കുകയും ചെയ്യും. സദ്ദൻ, ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. ഫഅഗ്ശൈനാഹും, ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളയിൽ. അ തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ഗ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ക നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിൻ്റെ മധ്യഭാഗം എന്ന് പറയുമ്പം നാവ് പരന്നു കിടക്കുമ്പം നാവിൻ്റെ മധ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ അതിൻ്റെ മുകളിലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും അതിൻ്റെ മധ്യഭാഗം അല്പം കുഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ എയർ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്വാസം പാസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും, കാറ്റ് പാസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ഷ ഉച്ചരിക്കുന്നത്. ഫഅഗ്ശൈനാഹും, ന യ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കാണ്. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, ബ രണ്ട് ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുകയും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്ക് കയറി നിൽക്കുകയും ചെയ്യും. യുബ്സിറൂൻ, സ്വ എന്നുള്ള ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീനിന് സമാനമായിട്ട് നാവിൻ്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ എന്നാണ് പൊതുവെ പറയാറുള്ളതെങ്കിലും നാവിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ നാവിൻ്റെ ആ കൂർത്ത അറ്റം ഒന്ന് വളച്ചു വെക്കുകയും അതിൻ്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലായി വരുന്നതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കും. പക്ഷേ ജ എന്നുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിക്കുമെങ്കിൽ സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് നിൽക്കുകയും ചെയ്യും. ഓറ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيْنَاهُمْ فَهُمْ لَا يُبْصِرُونَ. وَجَعَلْنَا എന്നുള്ളത് ജെ എന്ന് ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫഅഗ്ശൈനാഹും എന്നുള്ളതിന് പകരം ഫഅഗ്ശൈനാഹും എന്നുച്ചരിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം മിൻ ബൈനി. മിൻ ബൈനി എന്ന് പറയുന്ന സ്ഥലത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അത് ഇഖ്ലാബ് എന്നാണ് പറയുന്നത്. ഈ നൂനിനെ നമ്മൾ മീമാക്കി മറിച്ച് മണിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഒരു മീമിൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. പൊതുവെ റസ്മുൽ ഉസ്മാനി ഖുർആനുകളിലൊക്കെ ഒരു മീമിൻ്റെ ചിഹ്നം കൊടുത്തിരിക്കും. അതിൻ്റെ കാരണം അതാണ്, നൂനിനെ മീമാക്കി മറിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മിൻ ബൈനി എന്നുള്ളത് മിം ബൈനി. അവിടെ ഉച്ചാരണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ മീമായിട്ട്
മാറിയിട്ടുണ്ട് നൂന്. മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം. ഇവിടെ തെൻവീന് ശേഷം വാ വന്നു. തെൻവീന് ശേഷം വാ വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്നയാണ്. ഇദ്ഗാമുൻ ബിഗുന്നയിൽ നൂന്, വാവ്, മീമ്, യാ ഈ പറയുന്ന 4 അക്ഷരങ്ങളാണ് വരുന്നത്. സുക്കൂനുള്ള നൂനിന് ശേഷവും തെൻവീനിന് ശേഷവും നൂന്, വാവ്, മീമ്, യാ ഈ അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ നൂനിനെയും തെൻവീനിനെയും ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ഓതുകയും മണിച്ചുച്ചരിക്കുകയും വേണം. ഇവിടെ സദ്ദൗവ. സാധാരണ രീതിയിൽ മീമും നൂനും ആണെങ്കിൽ ഈ ചേർത്ത് ഉച്ചരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷേ ഇവിടെ നൂനും പകരം വാവും യാവും വരുന്ന സമയത്ത് നമ്മൾ മീമും നൂനും ഉച്ചരിക്കുന്നത് പോലെ ആ ഒരു ചേർത്ത് ഓതുന്ന ഒരു പൂർണ്ണത കിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് മണിച്ചുച്ചരിക്കണം. സദ്ദൗവ സദ്ദൗവ മിൻ ഖൽഫിഹിം. സുക്കൂനുള്ള നൂനിന് ശേഷം ഹ നമ്മളുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമായി ഉച്ചരിക്കണം. വമിൻ ഖൽഫിഹിം അല്ലാതെ വമിൻ ഖൽഫിഹിം എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ഖൽഫിഹിം സദ്ദൻ ഫ. തെൻവീനിന് ശേഷം ഫ വന്നു, ഇഖ്ഫ ആണ്. ആ തെൻവീനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കണം. സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഅഗ്ശൈനാഹും ഫ. സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നതുകൊണ്ട് അല്പം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. വ ചുണ്ട് വൃത്താകൃതിയിൽ, സ നാവിൻ്റെ കൂർത്ത അറ്റത്തിൻ്റെ മുകൾ ഭാഗം 2 വരി മുൻപല്ലുകൾക്കിടയിലായിട്ട് പിന്നിൽ വെച്ചുകൊണ്ട് നാവിൻ്റെ അറ്റം ചെറുതായിട്ട് താഴെ മുൻപല്ലിൻ്റെ പള്ളയിൽ സ്പർശിക്കും. വസവാഉൻ അലൈഹിം. ആ തൊണ്ടയുടെ താഴ്ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ, അലൈഹിം യ നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ട്, മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അഅൻദറുതഹും ആ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിൽ, ദ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത്, അൻദറുതഹും ഒറ തഫ്ഖീമാണ്. അതുകൊണ്ട് തന്നെ നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ വെക്കും. നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കും. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിലാണ്. മുൻപല്ലിൻ്റെ മുരട്ടിൽ വെക്കുന്നതോടൊപ്പം നാവിൻ്റെ താഴ്ഭാഗം അല്പം ഒന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. അൻദറുതഹും മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. അം ലം തുൻദിർഹും അ തൊണ്ടയുടെ താഴ്ഭാഗം, മ 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. ത നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? നാവിൻ്റെ താഴ്ഭാഗം, അറ്റത്തിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് പല്ലിലേക്ക് ചേർന്ന് നിൽക്കും. ന നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മോണയിലാണ്. തുൻദിർഹും ഇവിടെ തഫ്ഖീം അല്ല, ശരിക്ക് തർക്കീക്കാണ് ഉച്ചാരണം വരുന്നത്. ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. നാവിൻ്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും, അഥവാ ഇവിടെ ഉയർന്നു നിൽക്കുന്നത് പോലെ നിൽക്കില്ല. നാവിൻ്റെ തല മേലെ മുൻപല്ലിന് മോണയിൽ. ഒറ രി ഒറ രി. നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയിൽ തന്നെയാണ്. പക്ഷെ ഒറ എന്ന് ഉച്ചരിക്കുമ്പം നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കും. അവിടെ ശബ്ദം കനപ്പിച്ചാണ് വരുന്നത്. റി എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പം അവിടെ നാവിൻ്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും. അല്പം കനപ്പിക്കാതെ നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും, ഇവിടെ റാക്ക് സുക്കൂൻ അല്ലേ? റാക്ക് സുക്കൂൻ ആണെങ്കിലും ഇതേ നിയമം തന്നെയാണ്. റാക്ക് സുക്കൂനും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസറുമാണെങ്കിൽ റി എന്നുള്ള അതേ നിയമം തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്.
അം ലം തുൻദിർഹും ഫഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. വസവാഉൻ അവിടെ ഒരേ പദത്തിലാണ് മദ്ദക്ഷരവും ഹംസും വന്നത്. അതുകൊണ്ട് നിർബന്ധമായും നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. വസവാഉൻ അലൈഹിം. വസവാഉൻ അലൈഹിം. തൻവീനു ശേഷം ഐൻ വന്നു. വ്യക്തമായി ഉച്ചരിക്കണം. തൻവീനിനും നൂനിനും ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങൾ അംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ ഏതക്ഷരങ്ങൾ വന്നാലും വ്യക്തമായി ഉച്ചരിക്കണം. അഅൻദർതഹും നൂനിന് ശേഷം വന്നു. ഇഖ്ഫ ആണ്. നൂനിനെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. അൻദർതഹും എന്ന് പറയരുത്. അൻദർതഹും നൂനിനെ ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിക്കണം. അം ലം തുൻദിർഹും അവിടെയും അതേ ഉച്ചാരണം തന്നെയാണ്. തുൻദി നൂനിനെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കണം. ലാ യുഅ്മിനൂൻ. പിന്നെ ആയത്തിന്റെ അവസാനത്തിൽ മദ് ആരിദ് ഇത്തരം ആയത്തുകളുടെയൊക്കെ അവസാനത്തിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ആരിദ് വരും. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു 5 ആയത്തുകൾ ഒന്നുകൂടി ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ഇൻഷാല്ലാ അടുത്ത 5 ആയത്തുകൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യാനും അക്ഷരശുദ്ധിയോടെ ഉച്ചാരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.